ഒരു കൊച്ചു ഗ്രാമത്തിൽ നടക്കുന്ന ഒരു ചെറിയ കഥയെക്കുറിച്ച് ഒരു പുസ്തകത്തിൽ വായിച്ച് ഓർക്കുകയാണ്. നമ്മുടെയൊക്കെ വീടുകളിൽ അതിഥികൾ വരാറുണ്ട്, അവരെ നമ്മൾ സ്വീകരിക്കാറുണ്ട്. ഈ ഗ്രാമത്തിലും 3 അതിഥികളാണ് വന്നിരിക്കുന്നത്. അഥവാ ആ കഥയിലെ പ്രതിപാദ്യം ഈ 3 വൃദ്ധന്മാരെ കുറിച്ചാണ്. ഇവരുടെ കയ്യിൽ ചെറിയൊരു വടിയുണ്ട്, വെളുത്ത കിമ്മം പോലെയുള്ള മുടിയുണ്ട്. നമ്മൾ കഥകളൊക്കെ കേൾക്കുന്ന ആ അപ്പൂപ്പന്മാരെ കുറിച്ച്, വെളുത്ത മുടികളൊക്കെ ഉള്ള, ചിരിക്കുന്ന, സുസ്മേരവതരായ, ഭംഗിയുള്ള ആ വൃദ്ധന്മാരെ കുറിച്ച് തന്നെയാണ്. ഇവർ പക്ഷെ 3 പേരുണ്ട്. അപ്പൊ ഈ സ്ത്രീ ഓടിച്ചെന്ന് അവരോട് പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ വന്ന് അല്പസമയം റെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞു. അവർ ചോദിച്ചു, നിന്റെ ഭർത്താവ് എവിടെയാണ്? സ്ത്രീ പറഞ്ഞു, അദ്ദേഹം പണിക്ക് പോയിരിക്കുകയാണ്. അവർ പറഞ്ഞു, നിന്റെ ഭർത്താവ് വന്നതിന് ശേഷം വന്ന് ഞങ്ങളെ വിളിക്കുക. അപ്പൊ അങ്ങനെ സമയം മുമ്പോട്ട് പോയി. ഭർത്താവ് ജോലിയൊക്കെ കഴിഞ്ഞ് വന്നു. നോക്കിയപ്പോഴേ അപ്പൂപ്പന്മാർ അവിടെ തന്നെ ഇപ്പോഴും ഇരിപ്പുണ്ട്. ഭർത്താവിനോട് ചോദിച്ചു, അവരെ നമ്മുടെ വീടുകളിലേക്ക് ഒന്ന് വിളിക്കണ്ടേ? ഭർത്താവ് വന്നിട്ട് വിളിക്കാൻ വേണ്ടി അവർ പറഞ്ഞായിരുന്നു. അങ്ങ് വന്നല്ലോ, വന്നതിന് ശേഷം ഇനി വിളിക്കാം എന്ന് കരുതുന്നു. അദ്ദേഹം ഒരു മുൻചുണ്ടിക്കാരനാണ്. എങ്കിലും അതെല്ലാം അടുക്കിയതിന് ശേഷം പറഞ്ഞു, ശരി, നീ എന്ന് അവരെ വിളിച്ചോണ്ട് വാ. അപ്പൊ ഈ വീട്ടമ്മ അല്ലെങ്കിൽ ഭാര്യ ഓടിച്ചെന്ന് ഈ വൃദ്ധന്മാരെ അല്ലെങ്കിൽ ഈ അപ്പൂപ്പന്മാരെ വിളിക്കാൻ വേണ്ടി പോയി. അവിടെ ചെന്നപ്പോൾ അടുത്ത ഡിമാൻഡ് അപ്പൂപ്പന്മാർക്ക്. ആദ്യം പറഞ്ഞല്ലോ ഭർത്താവ് വന്നതിന്റെ വേറെ ശേഷം വരത്തുള്ളൂ. പറഞ്ഞു, നിനക്ക് ഇതിൽ ഞങ്ങളിൽ ഒരാളെ മാത്രമേ വിളിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ആരൊക്കെയാണ് നിങ്ങൾ? ഒരാൾ പറഞ്ഞു, എൻ്റെ പേര് പണം എന്നാണ്. ഒരാൾ പറഞ്ഞു, എൻ്റെ പേര് വിജയം എന്നുള്ളതാണ്. മറ്റൊരാൾ പറഞ്ഞു, എൻ്റെ പേര് സ്നേഹം എന്നുള്ളതാണ്. വീട്ടമ്മ തിരിച്ച് വീണ്ടും വീട്ടിലേക്ക് ഓടി. ആ 3 അപ്പൂപ്പന്മാർ 3 പേരും അവിടെ ഉണ്ട്. ഒരാളുടെ പേര് പണം, ഒരാളുടെ പേര് വിജയം എന്നാണ്, മറ്റൊരാളുടെ പേര് സ്നേഹം എന്നാണ്. ഇവരിൽ ആരെയാണ് വിളിക്കേണ്ടത്? പിതാവ് പറഞ്ഞു, അല്ലെങ്കിൽ ഗൃഹനാഥൻ പറഞ്ഞു, ഞാൻ ജോലിയൊക്കെ ചെയ്ത് ഒത്തിരി കഷ്ടപ്പെട്ടു, ഒത്തിരി തളർന്നു, അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം അല്പം പണമാണ്. അപ്പൊ അവര് തീരുമാനിച്ചു, പണത്തെ വിളിക്കാം. അപ്പൊ ഭാര്യയ്ക്ക് പെട്ടെന്നൊരു ഏത് വീട്ടിലും അവനാണല്ലോ, ഭർത്താവ് പറയുമ്പോൾ ഭാര്യയ്ക്ക് ചില എതിർത്തും കുറച്ച് പറയാനുണ്ടാവും, അനുകൂലമായിട്ടും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടാവും. അപ്പോഴേ ഈ ഭാര്യ പറയാണ്, നമുക്ക് വിജയം എന്ന് പറഞ്ഞ ആളിനെ വിളിച്ചാലോ? പണവും ബാക്കി എല്ലാ കാര്യങ്ങളും അതിന്റെ കൂട്ടത്തിൽ വരുമല്ലോ. വിജയമല്ലേ പ്രധാനം, നമ്മൾ എല്ലാ കാര്യങ്ങളും ജയിക്കുക എന്നുള്ളതല്ലേ പ്രധാനം. അപ്പോൾ അവർ തമ്മിൽ ശരി, എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ ഭർത്താവ് നിന്നു. അപ്പോഴാണ് അടുത്ത ഒരാൾ പറഞ്ഞത്, അവിടെ വീട്ടിൽ ജോലി ഇരിക്കുന്ന ഒരു സ്ത്രീയാ. അവർ പറയാണ്, ഈ വീട്ടിലെ പണവുമല്ല ആവശ്യം, വിജയവുമല്ല ആവശ്യം, ഈ വീട്ടിൽ അല്പ സ്നേഹമാണ് ആവശ്യം. അവസാനം അവരെല്ലാം അവിടെ തീരുമാനമെടുത്തു, സ്നേഹത്തെ തന്നെ, സ്നേഹം എന്ന് പറഞ്ഞ അപ്പൂപ്പനെ തന്നെ വിളിക്കാന്നുള്ള രീതിയിൽ അവരങ്ങോട്ട് ചെല്ലുകയാണ്. ചെല്ലുമ്പോൾ ഈ അപ്പൂപ്പൻ പറഞ്ഞ, ആരെയാണ് വിളിക്കാൻ വേണ്ടി നിങ്ങൾ തീരുമാനിച്ചത്? അപ്പോൾ അവർ പറഞ്ഞു, സ്നേഹത്തെ വിളിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. സ്നേഹം പെട്ടെന്ന് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴേ മറ്റു 2 പേരും കൂടെ അദ്ദേഹത്തിന്റെ കൂടെ എഴുന്നേറ്റു. ഈ വിജയവും അല്ലെങ്കിൽ പണവും, അങ്ങനെ 3 പേരും കൂടെ. അതെന്താ നിങ്ങൾ ഒരാളെ വിളിക്കണം എന്നാണ് പറഞ്ഞിട്ട് നിങ്ങൾ എന്താ 3 പേരും കൂടെ വരുന്നത്? അദ്ദേഹം പറഞ്ഞു, ഇവിടെ സ്നേഹമുണ്ടോ അവിടെ ബാക്കിയെല്ലാം ഉണ്ടാകും, അവിടെ സമ്പത്തുണ്ടാകും, അവിടെ വിജയം ഉണ്ടാകും. അതുകൊണ്ട് സ്നേഹത്തെ വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ 3 പേരും ഒന്നിച്ചാണ് വരുന്നത്. ആ കഥ ഇങ്ങനെ അവസാനിക്കുന്നത്, ആ കുടുംബം ഏറ്റവും സ്നേഹം വന്നതിന് ശേഷം, ആ കുടുംബത്തിൽ സ്നേഹം എത്തിയതിനു ശേഷം ബാക്കി എല്ലാ കാര്യങ്ങൾക്കും ഒരു ദാരിദ്ര്യം അവരുടെ വിട്ടുപോയി. അവരുടെ എല്ലാ കാര്യങ്ങളും വിജയിക്കാൻ തുടങ്ങി. അവർ നല്ലതായിട്ട് ആ കുടുംബം മുന്നോട്ട് പോയി എന്നാണ് കഥ അവസാനിക്കുന്നത്. ഈ പ്രഭാതത്തിൽ നല്ല ഒരു കുടുംബജീവിതം നയിക്കാൻ നിങ്ങൾ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അതിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് സ്നേഹമാണ്. കുടുംബത്തിലെ സ്നേഹമുണ്ടെങ്കിൽ ബാക്കിയെല്ലാം താനെ വരും. സമ്പത്തായാലും വിജയമായാലും എല്ലാം വരും. നമുക്കതുകൊണ്ട് നമ്മുടെ കുടുംബ ജീവിതത്തെ ഇന്ന് പകരം സ്നേഹം കൊണ്ട് നിറയ്ക്കാം. ഒരു നല്ല ജീവിതം മുന്നോട്ട് നയിക്കാൻ വേണ്ടി ദൈവം നിങ്ങളെ സഹായിക്കണേ പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.